പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിനോടൊപ്പം ഉള്ളത് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ ശ്രീധർ രാധാകൃഷ്ണനാണ്. താരതമ്യേന ചെറുപ്പമാണ്, നരച്ച താടിയൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന ചെറുപ്പമാണ്. ഇന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരിൽ വെച്ച് ഏറ്റവും ആധികാരികമായും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധവും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീധർ രാധാകൃഷ്ണൻ. അദ്ദേഹം ഈ വിഴിഞ്ഞം പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഈ വയനാട് നടന്നിട്ടുള്ള ഈ മഹാദുരന്തം, ആ ദുരന്തവുമായി ബന്ധപ്പെട്ടും പ്രതികരിച്ചിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരിൽ വെച്ച് ഏറ്റവും ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സംവാദത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. നമസ്കാരം. ഈ 1-2 ദിവസക്കാലമായി സത്യത്തിൽ കേരളത്തിലെ ജനങ്ങള് വളരെയേറെ മനോദുഃഖത്തിലാണ്. ഇത്രയും വലിയൊരു ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പൊ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 10-20ഓളം ആളുകൾ മരിച്ചു കഴിഞ്ഞു. എത്ര പേരിനി ഈ അവരുടെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ശ്രീധരനോട് ആദ്യം ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത് തീർത്തും സാങ്കേതികമായിട്ടുള്ള ഒരു വിഷയമാണെന്നും തീവ്രമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടുള്ള പ്രശ്നമാണെന്നും അതുപോലെ തന്നെ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർത്തും സാങ്കേതികമാണ് ഈ കാര്യം. കാലാവസ്ഥാ മാറ്റം ഇതൊക്കെ സാങ്കേതികമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒരു ദുരന്തം. അതുകൊണ്ട് നമ്മൾ ഈ ദുരന്തത്തിൽ ഇത് മറ്റ് വിഷയങ്ങൾ, പരിസ്ഥിതി ഉണ്ടായിട്ടുള്ള മാറ്റം, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാങ്കേതികമായിട്ടുണ്ടായിട്ടുള്ള ഈ സംഭവമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ഒതുക്കി നിർത്തിയാൽ മതി ഈ വിഷയത്തെ എന്നുള്ള ഒരു വാദഗതി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള ശ്രീധരന്റെ പ്രതികരണമാണ് ആദ്യം അറിയേണ്ടത്. ഒന്നാമത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇത് വെറും സാങ്കേതികമല്ല, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതിൽ ചെറിയ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 2019 നടന്ന കവളപ്പാറയും പുത്തുമലയും ദുരന്തം നോക്കിയാലും, അത് മുമ്പ് പിന്നെ മുത്തപ്പൻ കുന്നുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അമ്പൂരി ഉണ്ടായിരുന്നു വളരെ 2001. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ടാവും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാലാവസ്ഥ മാറ്റം വളരെ കൃത്യമായിട്ട് അത് മാറുന്നുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എല്ലാ സിംറ്റംസും കുറച്ചായിട്ട് കേരളം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഉരുൾപൊട്ടലിലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാലാവസ്ഥ മാറ്റം പഴയതിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പെട്ടെന്നുള്ള അതിന് വെതർ വാഗറീസ് നമ്മൾ പറയും, പെട്ടെന്നുള്ള ഒരു വെതർ ചേഞ്ച്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വരുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്ന മഴ പണ്ട് നമ്മൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന മഴയ്ക്ക് പകരം ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെറിയൊരു ടൈം ഫ്രെയിമിനകത്ത് ഒരുപാട് മഴ പെയ്യുന്നു എന്നുള്ളതാണ്. കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് 200, 250, 300 mm മഴയൊക്കെ ഒരു ദിവസം പെയ്യുക, 2 ദിവസത്തിൽ 400, 500, 600 ഒക്കെ പെയ്യുക. അതാണ് ഇതിന് ഒരു കാരണം. അപ്പോൾ ഇൻസ്റ്റന്റ്ലി അത് എന്താണ്, ഒരുപാട് കാരണങ്ങളുണ്ട്. കാലാവസ്ഥ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണമുണ്ട്. നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു കാരണം പറയുന്നത് ഈ അറബിക്കടൽ ചൂടാകും. ഒരു ഓവറോൾ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ട് അറബിക്കടലിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ അറബിക്കടലിലും ഇത്തരത്തിലുള്ള ചുഴിയടക്കമുള്ള ഫോർമേഷൻസ് പണ്ടില്ലാത്തൊരു പ്രതിഭാസം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബേ ഓഫ് ബംഗാളിലാണെങ്കിൽ അതിന്റെ തോത് കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ചക്രവാള ചുഴി എന്നൊക്കെ പറയുന്നത്. ബേ ഓഫ് ബംഗാളിലാണെങ്കിൽ അത് കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ പണ്ടാണെങ്കിൽ നമുക്ക് നല്ല ഓർമ്മയുള്ളൊരു കാര്യമാണ്, ഈ ബേ ഓഫ് ബംഗാളിൽ ഒരു ചക്രവാള ചുഴി വരുമ്പോഴും ഈ കേരളത്തിനെ വലുതായിട്ട് ബാധിക്കില്ല. തമിഴ്നാട് തീരമാണ്. ഇപ്പം അതല്ല, അവിടെ വരുന്ന ചുഴി തന്നെ കേരളത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാലാവസ്ഥയുടെ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാരണം കൂടുതൽ മഴ കുറച്ച് സമയം കൊണ്ട് പെയ്യുന്ന തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലൗഡ് ഫോർമേഷൻ ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ, ആൾക്കാർ അങ്ങനെ സങ്കല്പിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ. 8-10 കിലോമീറ്റർ ടവർ പോലെ നിന്നിട്ടാണ് പെയ്യുന്നത്.
അപ്പൊ അങ്ങനെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ക്ലൗഡിന്റെ അവിടുന്ന് ഒരു 7, 8, 10, 12 കിലോമീറ്റേഴ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് മുകളിലോട്ട്. അത്രയും തിക്കായിട്ടുള്ള ക്ലൗഡ്സ് ആണ്, പണ്ടത്തെ പോലെയല്ല. ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആണെന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ക്ലൗഡ് ഫോർമേഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയിടുക്കുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഉണ്ടാവുന്നത് ഇതേ പ്രതിഭാസമാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള പലതരം പ്രതിഭാസങ്ങളിൽ ഒന്ന് ഇതും കൂടെയാണെന്നുള്ളതാണ്. മഴ പെയ്യുമ്പോൾ അങ്ങനെയാണെന്നുള്ളത്. അത് ഫോർമേഷൻ ഉണ്ടാവുകയും പലപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുകയും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെല്ലാം ക്ലൗഡ് ബേസ്റ്റ് ആയിട്ട് വൻ രീതിയിൽ ഒരു മണിക്കൂറിലൊക്കെ 100 mm ഒക്കെ പെയ്യുക എന്നുള്ളത് നമ്മുടെ കളമശ്ശേരിയിലൊക്കെ അടുത്ത കാലത്ത് കണ്ടതുപോലെ ഒറ്റയടിക്കങ്ങ് പെയ്യുകയാണ്. അപ്പോൾ ഒരു ടൗണിനൊന്നും താങ്ങാൻ പറ്റാതെ അപ്പുറത്ത് ആവും. ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എക്നോളജ് ചെയ്യണം. ഇതൊരു നാച്ചുറൽ ഒരു ഫെനോമിനാണ് കാലാവസ്ഥ വ്യതിയാനമായിട്ട്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിനെ ചെറുക്കുന്ന ഒരു ലാർജർ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ കാർബണിന്റെ ഇത് കുറയ്ക്കുന്ന, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നാലായി എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. മാറ്റത്തിലും ഈ പരിസ്ഥിതി ശോഷണം വളരെ വലുതായിട്ടാണ്. അല്ല, വളരെ വഹിക്കുന്നതല്ല, ഹ്യൂമൻ ഇന്റർവെൻഷൻസ് കൊണ്ടുമാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് കഴിഞ്ഞ മുൻപത്തെ IPCF വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഇനിയും സംശയം വേണ്ട. അപ്പോൾ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാനാണ് ഇപ്പം നെറ്റ് സീറോ, കാർബൺ എമിഷൻ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉള്ളത്, കൂടുതൽ മരം വെച്ചുപിടിക്കണം, കാർബൺ സിങ്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും പല രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ തണുപ്പ് കൂടുന്നു, ചിലയിടത്തൊക്കെ ഡ്രൗട്ട് വളരെ കൂടുതലാണ്, വരൾച്ച കൂടുന്നുണ്ട്, ചിലയിടത്ത് മഴ വരുന്നത് പോലെ തന്നെ അടുത്ത സീസണിൽ വരൾച്ച വരുന്നു, ചിലയിടത്ത് കാട്ടുതീ കൂടുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ തന്നെ ഒരു കാലത്തും ഇല്ലാത്തത്ര ടെമ്പറേച്ചർ കൂടുന്നുണ്ട് എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് അടുത്ത കാലങ്ങളായിട്ട് കാണുന്നത്. അതിൻ്റെയൊക്കെ ഒരു തുടക്കം നമുക്ക് 2017 ഓക്കി തൊട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. തുടക്കമായിട്ട് 2018 പ്രളയം, അത് കഴിഞ്ഞ് പിന്നെ എല്ലാ വർഷവും ഇതിൻ്റെ പല രൂപങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ കൃത്യമായി സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു പൊത്തുമലയിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കവളപ്പാറയിലൊക്കെ സംഭവിച്ചതിൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് എന്തായാലും സംഭവിക്കും, ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം, ഉരുൾപൊട്ടലും ഉണ്ടാവാം. പക്ഷേ ഉരുൾപൊട്ടലിനെ അഗ്രവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഒരു ക്രിട്ടിക്കൽ ഭാഗമാണ്. എങ്ങനെയാണ്? അവിടുത്തെ ഈ ഒരു പാരിസ്ഥിതിക സംവിധാനത്തിന് ചേരാത്ത തരത്തിലുള്ള ഇന്റർവെൻഷൻസ്, കൃത്യമായി പറഞ്ഞാൽ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിപ്പം കാലാവസ്ഥ മാറ്റം കൊണ്ട് ഇത് ഉണ്ടാവുന്നു, അതിന്റെ മാനിഫെസ്റ്റേഷൻ ഇന്നതാണെന്നും ശ്രീധർപ്പ് പറഞ്ഞു. പരിസ്ഥിതി ശോഷണവും വനനശീകരണവും ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഇതിനെ പ്രകൃതി വിസ്റ്റാൻഡ് ചെയ്യുമായിരുന്നുവെന്നും ഇതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, പല ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ അടക്കം നടക്കുന്നത് നല്ല കാറ്റിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു എൻവയറമെന്റൽ ഫെനാറ്റിസം ഒന്നും ഇവിടെ വേണ്ട, അതില്ല എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ. ഇനി അങ്ങനെ നല്ല കാടുകളിൽ ഇത്രയൊക്കെ പെയ്തിട്ട് പിടിച്ചു നിൽക്കുന്ന കാടുകളും ഉണ്ടാവാം. ഇവിടെയൊക്കെ ഇതിനകത്തൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഇസ് ഓൾ കേസ് ടു കേസ് ആണ്. വല്ലാത്ത ഹ്യൂമൻ ഇന്റർവെൻഷൻസ്, അതായത് ക്വാറിയിങ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സ് പണിയാൻ വേണ്ടി പൈലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇളക്കിയിട്ടുണ്ട് മണ്ണിനെയും ആ കല്ലിനെയൊക്കെ, എങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. 2, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒരു റിസ്ക് ഉള്ള ഏരിയയാണ് നമുക്ക് കാണാം. ഇതൊക്കെ തന്നെ പലപ്പോഴും ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ഈ റിസ്ക്കുമൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ ഇനി ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും റിസ്ക് അസസ്മെന്റ് നടത്തിയിട്ട് അവിടെ ചില ഇന്റർവെൻഷൻസ് വേണം. അതായത് നമുക്ക് കറക്റ്റീവ് ഇന്റർവെൻഷൻസ് ഒക്കെ വളരെ കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ. പകരം അവിടെ ഉള്ളവർക്ക് സുരക്ഷിതമാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു ഏർലി വാർണിംഗ് സിസ്റ്റംസ്, നേരത്തെ ഒരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പ്രിക്കോഷണറി ആയിട്ടെങ്കിലും അവരെ അത് മാറ്റാൻ പറ്റും. അപ്പോൾ പ്രോപ്പർട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ വന്നാൽ നശിക്കും, പക്ഷെ മനുഷ്യന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. അവിടെ ഉണ്ടായത് എന്താണെന്നൊന്ന് വെച്ചാൽ മഴയുടെ ഇത് കൂടിയത് തീവ്രത അതൊന്ന് ക്ലാരിറ്റി അല്ല, അതിൽ ഞാനൊരു കാവിയേറ്റ് കൂടെ എടുത്തിട്ട് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഉരുൾപൊട്ടൽ വരുമ്പോഴും അവിടെ ഇനി ജിയോളജിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെന്ന് പഠിച്ചാൽ മാത്രമേ അതിനൊരു ഫുൾ ക്ലാരിറ്റി കിട്ടുള്ളൂ. പക്ഷെ
അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രഡിക്റ്റ് ചെയ്തവർ എന്തുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്തു അത് സംഭവിച്ചത് ഞാൻ പറയാം. അത് പ്രഡിക്ഷൻ വളരെ സിമ്പിളാണ്. ആ പ്രദേശത്ത് അവർ ഈ എല്ലാ ഈ ഹ്യൂംസിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ വയനാട്ടിൽ പോലും ഹ്യൂംസ് സെന്റർ എന്ന് പറയുന്ന ഈ സ്ഥാപനം, വയനാട്ടിലുള്ള സ്ഥാപനം, അവർ എല്ലാ പ്രദേശത്തും ഈ മഴമാവിരികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെയിലി ഡേറ്റ, പ്രത്യേകിച്ച് കഴിഞ്ഞ വയനാട്ടിലെ പ്രളയം കഴിഞ്ഞപ്പോഴാണ് അവർ ആ ഇന്റർവെൻഷൻ ചെയ്തത്. അപ്പോൾ ആ ഡേറ്റ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതിനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു വാർണിംഗ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്ത ഡേറ്റയിൽ അവർ ഈ കഴിഞ്ഞ അതിന് മുമ്പിലത്തെ രണ്ട് മാസത്തിലും അതേപോലെ അതിന് മുമ്പിലത്തെ 2 ദിവസവും ഇന്റൻസ് ആയിട്ടുള്ള റെയിൻ കണ്ടു എന്നുള്ളതാണ്. ഈ മുണ്ടക്കൈ അതായത് ഫുൾ മേപ്പാടി ഏരിയയിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് വച്ചിട്ട് അവർ ഈ പറഞ്ഞതുപോലെ ഒരു സാച്ചുറേഷൻ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഒരു കുന്നുണ്ട്, ആ കുന്ന് മിക്കവാറും ഹാർഡ് റോക്കാണ്. ഈ ഹാർഡ് റോക്കിന്റെ മുകളിൽ മണ്ണിന്റെ ഒരു പ്രതലം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്, അതിൽ വെജിറ്റേഷനൊക്കെ ഉണ്ടാവും. അതിൽ ഇത്രയും ഇന്റൻസീവ് മഴ പെയ്യുമ്പോഴത്തേക്കും അതങ്ങ് 100% സോക്ഡ് ആവുകയും ഓവർ സോക്ഡ് ആവുകയും, അതായത് സാച്ചുറേഷൻ നമുക്ക് പറയാം, ഓവർ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ എന്താണ് അതിനെ നമ്മൾ പറയുന്നത് സൂപ്പർ സാച്ചുറേഷൻ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്താൽ ഇത് അതോടെ ഇളവി താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സംഭവിക്കുന്നില്ല, പക്ഷെ ആ റിസ്ക് വളരെ ഹൈ ആണ്. അവർ കൃത്യമായി 29-ാം തീയതി ഇത് നടക്കുന്നതിന്റെ തലേ ദിവസം ഒരു ഉച്ചയോടെ ഈ ഡാറ്റ കിട്ടിയപ്പോൾ അവർ ഡിസ്ട്രിക്ട് കളക്ടറിന് ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി അടക്കമുള്ളവർ ഉള്ള ഗ്രൂപ്പിൽ, അത് ചെറിയ ഗ്രൂപ്പാണ്, ഒരു ഈ പ്രഡിക്ഷൻ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, അതിലേക്കും അവർ ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സാധ്യതയുണ്ട് കൃത്യമായി. അത് മാത്രമല്ല, അവിടുന്ന് ഇപ്പൊ നമ്മൾ പൊട്ടി വീണ സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ വീണിട്ട് ഈ മുണ്ടക്കൈയിൽ വന്ന് അത് ഇടിച്ച് നിൽക്കും എന്ന് വരെ വാൺ ചെയ്തിട്ടുണ്ട്. ദെർ വാസ് എ ക്ലിയർ വാർണിംഗ് ദിസ് ടൈം. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഇവാക്വേഷൻ മെഷർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പാർഷ്യലായിട്ട് ഏറ്റവും മുകളിലുള്ള കുറച്ച് പേര് എന്തൊക്കെയോ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇടിച്ചു നിൽക്കാൻ പോകുന്ന ഈ താഴോട്ട് മിഡ് ലാൻഡ്സിലും താഴോട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ ഫോഴ്സ് ഇതൊന്നും ആയിരുന്നില്ല. മുണ്ടക്കൈയും കൊണ്ടുപോയി, ചുരൽ മലയും കൊണ്ടുപോയി, താഴെ അങ്ങ് മലപ്പുറം ജില്ലയിൽ വരെ അത് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ വയനാട്ടിലെ പരിസ്ഥിതി തകർച്ചയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ പരിസ്ഥിതി തകർച്ചയുടെ ചിത്രം? നമുക്കത് അതൊന്ന് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. പരിസ്ഥിതി വയനാട് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം പോലത്തെ ഒരു പരിസ്ഥിതിയല്ല. കുറെ കൂടെ ഡെക്കാൻ്റെ സ്വഭാവവും ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ സ്വഭാവവും കൂടെ ഉള്ള ഒരു അമാൽഗമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക പരിസ്ഥിതിയാണ്. അത് തന്നെ 3 റീജിയൻസ് ഉണ്ട്. 3 റീജിയൻസും 3ൻ്റെ വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരമായ പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഈ കാലാവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിൽ ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുന്നിലും കെട്ടാൻ പാടില്ലാത്ത തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, വലിയ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, കാട്ടിനകത്ത് പോലുമുള്ള ഇന്റർവെൻഷൻസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കാടും ഇല്ല ഈ ടൂറിസം സെക്ടർ ഇല്ലാത്ത, എല്ലായിടത്തും കയറിയിട്ടുണ്ട്. വൻകിട ബിൽഡിങ്ങുകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പ്ലാന്റേഷൻസിലും കൃഷിയിലും വരുന്ന വല്ലാത്തൊരു മാറ്റം, മോണോകൾച്ചറിലേക്ക് പോവുകയും അങ്ങനെയും കുറേ പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാർഷിക മേഖല കൊണ്ടുള്ള ഒരു പ്രോബ്ലംസ് അവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ടൂറിസം പോലത്തെ ഇൻഡസ്ട്രീസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഏത് നാട്ടിലും വേണ്ട വികസനം അവിടെയും വേണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കുള്ളൊരു പ്രശ്നം അതാണല്ലോ. കേരളത്തിൽ എന്ത് തരം വികസനമാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംഗപ്പൂർ ആക്കും, ദുബായ് ആക്കും, ബാർസലോണയാക്കും, അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വന്നിട്ട് വാരണാസിയാക്കും. കേരളമാക്കണം, കേരളം തിരുവനന്തപുരം പോലെ ഇരിക്കണം, വയനാട് പോലെ ഇരിക്കണം എന്നുള്ള സങ്കല്പമൊന്നും നമുക്കില്ല. ഇതിന്റെ ഒരു ഡിസ്ട്രക്റ്റീവ് ഫേസ് അവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെയാണ് ക്വാറീസ് ഉള്ളത്. അതും മിക്കവാറും ഈ പറഞ്ഞ മലനിരകളിലൊക്കെ തന്നെ ആവശ്യത്തിന് ക്വാറീസ് ഉണ്ട്. അത് കുറെ ഇല്ലീഗലാണ്. പിന്നെ ഒരു നിയന്ത്രണവുമില്ലാത്ത പൊട്ടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് അവിടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഈ പാറമടകളുമാണ്. ഈ പർട്ടിക്കുലർ കേസിൽ പാറമടകൾ ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ ഇന്റർവെൻഷൻ ഒന്ന്
അതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മേപ്പാടിയിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഏരിയ. അനധികൃതമായിട്ടും അല്ലാതെയും ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഈ പ്രദേശത്തുണ്ട്. അതിന്റെ മുകളിൽ താഴെ എട്ടൊക്കെ ഉണ്ട്. എന്തിന്? ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ബോച്ചെ 1000 ഏക്കറിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസം റിസോർട്ട് ഉണ്ടാക്കാനും 100 ഏക്കർ അല്ലെങ്കിൽ 200 ഏക്കർ സർക്കാരിന് എയർപോർട്ട് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലൊന്നാണ് അതൊക്കെ. പക്ഷെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിട്ടിക്കൽ പ്രൊഫഷൻ എന്നറിയാമോ? ഇതിനെക്കുറിച്ച് ഒരു തരത്തിലെ സെൻസിറ്റിവിറ്റിയും ഇല്ല എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു വിഷയം ഞാൻ പറയാം. അതാണ് നമ്മൾ ഇതിനകത്ത് എനിക്ക് വറി ചെയ്യുന്നൊരു പ്രശ്നം. ഈ 2 ഉരുൾപൊട്ടലുകളും നടന്ന പ്രദേശത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത് വരില്ല ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ടണൽ റോഡ് എന്ന് പറയുന്നത്. 6.9 കിലോമീറ്റർ നീളത്തിന് ഈ വെള്ളരിമല തന്നെ തുരന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന 4 വരിയുള്ള ടണൽ റോഡ്. 4 വരി പോണത്. ഇത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഉരുൾപൊട്ടലുകൾ നിരന്തരമായി ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും ആൾക്കാരെയൊക്കെ കൊന്ന ഇതേ പ്രദേശത്ത് അപ്രൂവലായി പണി തുടങ്ങാനുള്ള ടെൻഡറും കൊടുത്തു കഴിഞ്ഞു. ഇത് ടോട്ടലി അൺനെസസറി ആണെന്ന് മാത്രമല്ല, കാരണം വേറെ ഓൾട്ടർനേറ്റ് റൂട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് പകരം അൺനെസസറി ആണെന്ന് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ റോഡല്ല ഉദ്ദേശം. അതിനകത്തുള്ള റിസോഴ്സസ് ആണ്, കല്ലും മണ്ണും പാറയും ഒക്കെ തന്നെയാണെന്ന് സംശയമൊന്നുമില്ല. പക്ഷേ എത്രമാത്രം ആൾക്കാരെ റിസ്കിന് ഇട്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചു. അതും ഇടതുപക്ഷ സർക്കാർ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, ക്രിട്ടിക്കലാണ്. ഇതിലൊന്നും ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഒരു അൺഅബേറ്റഡ് ആയിട്ട് ഇതിങ്ങനെ പോവാം. അല്ല, ഇപ്പോൾ വിഴിഞ്ഞം നമ്മളെടുത്താൽ ഉദാഹരണം ഞാൻ പറയാം, കൃത്യമായി വയലേഷൻസ് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എത്രമാത്രം ആൾക്കാർ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞു. ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണല്ലോ, സെന്റർ ഫോർ സേഫ് സ്റ്റഡീസ് അടക്കം. എന്നിട്ട് അവസാനം NGT പോയപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇതെല്ലാം പാലിച്ചിട്ട് ചെയ്യണമെന്ന്. ആ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പാലിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത്? ചെയ്യാൻ സാമ്പത്തികമായിട്ട് നോക്കുക, നഷ്ടത്തിലാണ്. ഞാൻ ഈ ഏറ്റവും അടുത്ത കാലത്ത് ഭയങ്കര വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനൊരു പാരലലുണ്ട്. അതായത് ഈ 2018 നമ്മളുടെ പ്രളയം കഴിയുമ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ് കേരളത്തിന് വരേണ്ടതാണ്. ആ പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടിലൂടെയാണ്. അത് വേൾഡ് ബാങ്കും UN-ന്റെ എല്ലാ ഏജൻസീസും ചേർന്നിട്ടുണ്ടാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കേരളത്തിന് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ നാച്ചുറൽ റിസോഴ്സ് എൻവയോൺമെന്റും കണ്ടിട്ടല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി എഴുതിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ പാത്ത് ബ്രേക്കിംഗ് ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. പക്ഷെ അത് നടപ്പാക്കാതെ അതിൽ കേരളയിലൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവായി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പിന്നെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആയപ്പോഴത്തേക്കും കഥ മൊത്തം മാറി. അതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വന്നു. ഒരു ഡെവലപ്മെന്റും ഒരു അപ്രോച്ചുമായി. കേരളയിൽ വരെ അതിനകത്ത്, അതായത് കേരളത്തിന് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടത് കേരളയിലാണെന്ന് വരെ പറഞ്ഞു വെച്ചിട്ടാണ് ചെയ്തത്. സോ യു ക്യാൻ ഇമാജിൻ ദ പാരഡൈം ഷിഫ്റ്റ്. ഇതിനു മുമ്പ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുണ്ട് 2011. അതും നമ്മൾ ഒന്നടക്കം തള്ളിക്കളഞ്ഞു. എന്തിന്? അസംബ്ലി കൂടി PT തോമസ് മാത്രമാണ് പാറി നിന്നത്, ബാക്കി എല്ലാവരും കൊണ്ട് അതും തള്ളി. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഒരിടത്തും പ്രൊട്ടക്റ്റഡ് അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കേരളം ഇത്തരത്തിൽ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു വാദം ആരെങ്കിലും ഒഫീഷ്യലായിട്ട് പോലും വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇവിടെ. ക്ലിയർലി ഒരു ആൻറ്റി എൻവയൺമെൻറ്റ്, ആൻറ്റി നേച്ചർ ലീഡർഷിപ്പ്. വേറൊരു അവസ്ഥയിൽ പറഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് ഒരു ഫോർമുലയാണ്. കാരണം ഇക്കോ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഇല്ലിറ്ററസിയുള്ള, നമ്മുടെ ഈ നിലനിൽപ്പിനെ കുറിച്ചും അത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയങ്ങളെ കുറിച്ചുള്ള പ്രശ്നമാണ്. ഇപ്പൊ ആന്റി ഡെവലപ്മെന്റ് ഇത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് ആണെന്ന്. യഥാർത്ഥത്തിൽ ആ ലീഡർഷിപ്പിലല്ലേ ഈ തോമസ് ഐസക്കിനെ MAVB ഒക്കെ പോലെയുള്ള ഈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുള്ള സംഘടനയ്ക്കൊപ്പം നിന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ഭയങ്കരമായി വാദിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം ഈ CPM-ൽ ഇല്ലേ? അവർക്കൊക്കെ ശരിക്കും എന്താണ് സംഭവിച്ചത്? പരിഷത്ത് കേരളയിൽ എന്ന് പറയുന്നത് സംഭവത്തെക്കുറിച്ച് പഠിച്ചിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ സംഘടനയും എന്ത് വില കൊടുത്ത് നടപ്പാക്കണം എന്ന് പറഞ്ഞ തോമസ് ഐസക്. ഇത്രയേ ഉള്ളൂ പാരഡൈം ഡിഫറൻസ്. തിങ്സ് ഹവ് റിയലി ഷിഫ്റ്റഡ്. ഐ ഹാവ് നോ ഫെയ്ത്ത് ഇൻ ദിസ് പീപ്പിൾ. വേറൊന്നും കൊണ്ടല്ല,
കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഞാൻ അത് പറയുമ്പോഴും ഡോക്ടർ തോമസ് ഐസക് പരിസ്ഥിതിക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ, കാർബൺ ന്യൂട്രൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹരിത കേരള മിഷൻ ഉണ്ടാക്കുന്നതിലും പിന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് വിഷയത്തിലൊക്കെ ഒരുപാട് ലീഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം തുടങ്ങി വെച്ച് മുമ്പോട്ട് പോയ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ആന്റി തീസിസ് അല്ലേ കേരളയിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് രണ്ടാണ്. ഒന്ന് മറ്റേതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഹൗ ഡു യു ഡു ദിസ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞാൻ പറയാൻ വരുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനോട് സെൻസിറ്റീവ് അല്ലെങ്കിൽ, ഇപ്പോൾ ഇൻസെൻസിറ്റിവിറ്റിയുടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ തുറക്കാം എന്ന് പറയുന്നത്. ഹൈറ്റ്സ് ഓഫ് ഇൻസെൻസിറ്റിവിറ്റി, ഹൈറ്റ്സ് ഓഫ് ഇഗ്നറൻസ്, ഹൈറ്റ്സ് ഓഫ് ഇക്കോ ഇലിട്രസിയാണ് വേണമെങ്കിൽ അങ്ങനെ അവർക്കൊരു സ്പേസ് കൂടെ കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ. മനഃപൂർവ്വം അല്ലെങ്കിൽ, മനഃപൂർവ്വമാവാം, പക്ഷെ മനഃപൂർവ്വം അല്ലെങ്കിൽ ഇക്കോ ഇലിട്രസിയുടെ അങ്ങ് അറ്റമാണ്. പക്ഷേ ദ പ്രോബ്ലം ദാറ്റ് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഇത് ഒരു പരിസ്ഥിതിയും കാലാവസ്ഥയും ഇത്തരത്തിലാണ് മാറുന്നതെങ്കിൽ, ഇത്തരത്തിലെ വികസനം താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ പരിസ്ഥിതി എന്ത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നം വന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നടപ്പാക്കും. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അത് നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ, കടം കയറിയാലും നടപ്പാക്കും, ആരെതിർത്താലും നടപ്പാക്കും എന്ന് പറയുന്നത് അഹങ്കാരം, ദാർഷ്ട്യം എന്നൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷെ അതല്ല, സ്റ്റുപ്പിഡിറ്റിയാണ്. എൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇപ്പം 2018 പ്രളയം വന്നു, അതിനുശേഷം പുത്തുമല വന്നു, കവളപ്പാറ വന്നു, പെട്ടിമുടി വന്നു, ഇപ്പൊ ഇത് വന്നിരിക്കും. ഇതെല്ലാം വന്നിട്ടും ഹോട്ടൽ മാഫിയയ്ക്കും പാറമട മാഫിയയ്ക്കും ഈ ദേശീയപാത നിർമ്മാണ മാഫിയയ്ക്കും ഇതിനൊക്കെ ടോട്ടലായി അനുകൂലമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും പരിസ്ഥിതിപരമായി നോക്കിയാൽ നമ്മുടെ ഒരു ഭാവി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം വെച്ചാൽ സാധാരണഗതിയിൽ പ്രളയം പോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, 14 പേര് മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പൊട്ടിമുടി വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചറിവ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇവിടെ തിരിച്ചറിവ് നേരെ എതിരായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര മോശമായിട്ടുണ്ടായാലും ഞങ്ങൾ തുരങ്കപാത നിർമ്മിക്കും എന്ന് പറഞ്ഞു പോകുന്നു. ഇപ്പൊ ഇത്രയും പേര് മരിച്ചിരിക്കുന്നു. ഇത്രയും പേര് മരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം ഈ സ്വാർത്ഥ താല്പര്യക്കാർക്കെല്ലാം വേണ്ടി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ. ഇപ്പം പ്രളയം കഴിഞ്ഞപ്പോഴത്തേക്കും ദുരിതാശ്വാസ നിധി ഉണ്ട്, അതിനകത്ത് ഏറ്റവും കൂടുതൽ പണം വിട്ടത് പാറമടക്കാരെ. അപ്പൊ എന്താണ് നമുക്ക് ഭാവിയിൽ എന്ത് പ്രതീക്ഷയാണ് നമുക്ക് വെക്കാൻ കഴിയുന്നത്? 2018 പ്രളയം കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുകയും, ഈ റൂം ഫോർ ദ റിവർ, ലിവിങ് വിത്ത് ദ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വരികയും, വേസ്റ്റ് മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഡീസെൻട്രലൈസ് വരികയും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത് മൊത്തം മുഖ്യമന്ത്രി അടക്കമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കേരയിൽ കൊണ്ടുവന്ന് അത് പാരിസ്ഥിതികമായിട്ടുള്ളൊരു ഭയങ്കരമായ സ്റ്റുപ്പിഡ് പ്രോജക്റ്റും മാത്രവുമല്ല, അത് സാമ്പത്തികമായും നമ്മൾ തകർക്കുന്ന പ്രോജക്റ്റും പിന്നെ ടെക്നിക്കലിയും സൗണ്ട് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് പോലും ധാർഷ്ട്യത്തോടെ അത് നടപ്പാക്കും. മഞ്ഞക്കുറ്റി കഥയൊക്കെ അറിയാമല്ലോ, മഞ്ഞക്കുറ്റി വെച്ചിട്ട് അടിച്ചൊതുക്കി നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാഠങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല എന്നും, ആ സമയമുണ്ടല്ലോ 2 വർഷം നമ്മളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞതൊരു പറ്റിപ്പിന്റെ വർഷമായിട്ടാണ് ഞാൻ കണ്ടത്. ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് ഫൂളിംഗ്. വി ആർ ടേക്കൺ ഫോർ എ റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ റൈഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് സ്കീംസും പ്രോജക്ട്സും ഇപ്പൊ കാണാൻ പറ്റും. വിഴിഞ്ഞത്തിന്റെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, എനിക്ക് വിഴിഞ്ഞം കാര്യത്തിൽ ഐ ആം ഇൻ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ is it an environmental disaster or is it an economic disaster for the state? It is equally an ecological and an economic disaster for the state. Livelihood പിന്നെയും പള്ളിക്കാരെല്ലാം കൂടെ സ്റ്റേറ്റ്. കേരളയിൽ വാസ് ദ സെയിം തിങ്. അപ്പോൾ ഫോർ വാട്ട് എൻഡ് എന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹവ് ലോസ്റ്റ് ഹോപ്പ്.
ഒരു എൻവയറമെന്റൽ റിക്കവറി സ്റ്റേറ്റിന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഇക്കോളജിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്ററും മിനിസ്റ്റേഴ്സും സ്റ്റേറ്റ് എന്ന് പോലും പറഞ്ഞ് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറല്ല. ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റും നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് അത് വേറെ തമാശ കൂടെ പറയാം. നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 5 വർഷം കടുംവെട്ട് ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, എൻവയറമെന്റലി ഭയങ്കര മോശമായിരുന്നു. ഓൾ സെഡ് ആൻഡ് ഡൺ. അദ്ദേഹം ഇപ്പൊ ഈ സ്ഥലത്തില്ല, മരിച്ചുപോയി. പക്ഷെ ഐ എം ജസ്റ്റ് സേയിങ് ദിസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അന്ന് കേരളം കണ്ട ഏറ്റവും പരിസ്ഥിതി വിരുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി ഇദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേരള പരിസ്ഥിതി ഐക്യവേദിയുടെ ഡോക്യുമെന്റ് ഒക്കെ ഇറക്കിയിരുന്നു. എൻലിസ്റ്റ് ചെയ്തിട്ടാണ്. ദിസ് ഇസ് വേഴ്സ. ദിസ് ഇസ് ആക്ച്വലി വേഴ്സ. കാരണം ഹീ ഡിഡ് നോട്ട് ഹാവ് അരഗൻസ്. അദ്ദേഹം ട്രൈ ചെയ്യും. ഒരുപാട് എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് പറഞ്ഞോളേ. ഇവിടെ അതല്ല. ഇവിടെ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻവയറമെന്റലി റോങ്, ദർ ഇസ് എ പ്രൈഡ് ടു ഇൻ ഡൂയിങ് ഇറ്റ് എന്നുള്ളൊരു തോന്നലോ, അല്ലെങ്കിൽ ദർ ഇസ് എ ബെനിഫിറ്റ് ഫോർ സം, ആർക്കൊക്കെയോ ബെനിഫിറ്റ് ഉണ്ട് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു ഈ ദുരന്തത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. അല്ല, ഇതിൽ ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ, പറയാം. ഏതൊരു ദുരന്തത്തിനും, ഇങ്ങനത്തെ ഒരു ദുരന്തം കേരളത്തിൽ ഇത്രയും വൾണറബിൾ ആണ്, റിസ്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ബേസിക് സാധനമാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. അത് വലിയ തലവേദന വരുന്ന പരിപാടിയൊന്നുമല്ല. അതായത് ഇവർ ഡേറ്റ കിട്ടി, അവിടെ ഉരുൾപൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്ക് ഇതറിയണമല്ലോ. പിന്നെ അവരുടെ ചോയ്സാണ് അവിടെ കിടന്ന് മരിക്കണോ വരണോ എന്നുള്ളത്. അവിടെ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ഞാൻ ഇവിടെ വിടില്ല, ഞാനൊരു റിസ്ക് എടുക്കുന്നവരുണ്ടാവും. പക്ഷെ അവരെ പോലും അനുവദിക്കാനുള്ള വകുപ്പില്ല. സ്റ്റേറ്റ് ഹാസ് ടു മൂവ് ദം. പക്ഷെ മൂവ് ദം എന്ന് പറയുമ്പോൾ അവർക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും കൊടുക്കണമെങ്കിൽ വി ഷുഡ് ഇൻഫോം ദം. നെറ്റ്വർക്ക്ഡാണ് എല്ലാവരും. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ഗിവിംഗ് എ ഷാർപ്പ് ഇൻഫർമേഷൻ സെയിങ് ഇന്ന് ഇത് പ്രോബ്ലം ഉണ്ട്, മൂവ് ഫോർ 48 hours. സൗകര്യങ്ങൾ നമ്മൾ താഴെ സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആണ് എന്ന് പറയുന്ന ഒരു സംവിധാനം സ്ഥാപിക്കാനായിട്ട് ഒരു തടസ്സമേ ഉള്ളൂ. ഈ ഗവൺമെന്റിന് അങ്ങനെ ഒരു സംവിധാനം സ്ഥാപിക്കാനായിട്ട് ഒരു തടസ്സമേ ഉള്ളൂ: പ്രയോറിറ്റി. ദീസ് പീപ്പിൾ, ഈ പാവപ്പെട്ടവർ, ഈ ഗതികെട്ട് ജീവിക്കുന്നവർ അല്ല സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി. പിന്നെ പ്രയോറിറ്റി ആരാണെന്നും ഇവർ കാണിക്കുന്നുണ്ട്. വയനാട്ടിലെ മീറ്റിങ്ങിന് പോകുമ്പോൾ, കേരളീയം സംഘം മീറ്റിങ്ങിന് പോകുമ്പോൾ പ്രധാന പ്രമുഖൻ, പൗരപ്രമുഖൻ എന്ന് പറയുന്നത് ബോച്ചയാണ്. അപ്പോൾ പ്രയോറിറ്റി ഇവർക്ക് ക്ലിയർ ആണ്. ഞങ്ങളല്ല, നമ്മളൊന്നും അല്ല, പ്രയോറിറ്റി ഇവരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിനെ പൊഴുത്തുന്നു, ഇദ്ദേഹം അദ്ദേഹത്തിനെ പൊഴുത്തുന്നു. അത് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു 200 ഏക്കർ ഞാൻ നിങ്ങൾക്ക് എയർപോർട്ട് ഉണ്ടാക്കാൻ തരുന്നു, അത് സ്വീകരിക്കുന്നു. ഓൾ ദിസ് ഡ്രാമ. ഐ ഡോണ്ട് ഹാവ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസരത്തിൽ പറയാൻ പാടില്ല, പക്ഷേ ഇത്രയൊക്കെ മരണങ്ങൾ സംഭവിക്കുന്ന, അത് ഞാൻ ഇന്നൊരു ചാനലിൽ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ആ മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെയൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു വാദമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇന്നവർ നാളെ നമ്മൾ എന്ന മനോഭാവത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്, എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെയാണ്. അവരുടെ ഭാഗം തന്നെ, അവരുടെ കൂടെയാണ് നമ്മൾ. അവരെ പോലെ നമ്മൾക്കും ഇത് സംഭവിക്കാമായിരുന്നു, ഒന്നീ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ഫ്ലഡ്, എന്തെങ്കിലും. അപ്പോൾ വി ആർ ഓൾ പ്രിപ്പയർഡ് ടു എ ഡിസാസ്റ്റർ എന്നുള്ള കണ്ടീഷൻ, ഒരു റീലിംഗ് ഇൻ ടു എ ഡിസാസ്റ്റർ എന്നുള്ള കണ്ടീഷനിലാണ് സ്റ്റേറ്റ് നിൽക്കുന്നത്. ഇവിടെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ പോസിറ്റീവായിട്ട് ആയിരിക്കും ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെയുള്ള പ്രതീക്ഷകളിലാണ് ചർച്ച തുടങ്ങിയത്. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നും, ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടും അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാൻ സാധ്യതയില്ല എന്നുമുള്ള ഒരു സമവായത്തിലാണ് ശ്രീധറും ഞാനും തമ്മിൽ നടന്നിട്ടുള്ള ഈ ചർച്ചയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീധർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ്, ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെയും ശ്രീധർ തിരുത്തി. ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു രക്ഷാമാർഗത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. ശ്രീധർ പറയുന്നതനുസരിച്ച് നമ്മുടെ മുൻഗണന വേറെയാണ്. ആ മുൻഗണന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ശോഭനമല്ല സാഹചര്യം എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കും. അതുകൊണ്ട്
ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീധരനോട് ഉള്ള നന്ദി യൂട്യൂബ് ചാനലിന് വേണ്ടി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച അവസാനിക്കും.